സരസ് മേളയുടെ നടത്തിപ്പിനായി ആലപ്പുഴയിൽ വ്യാപക പണപ്പിരിവെന്ന് പരാതി. കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നും മാത്രം സ്വരൂപിക്കുന്നത് 3 കോടിയിലധികം രൂപ. പണം നൽകാത്തവരുടെ നിക്ഷേപത്തിൽ നിന്നും 100 രൂപ പിടിച്ചെടുക്കാൻ കുടുംബശ്രീ ഭാരവാഹികൾക്ക് CDS ചെയർപേഴ്സന്റെ നിർദ്ദേശം. ശബ്ദ സന്ദേശം ജനം ടിവിക്ക്. നമ്മുടെ ഓരോ കുടുംബശ്രീ അംഗങ്ങൾക്കുമാണ് ഉള്ളത്. കൂപ്പൺ പിരിവുമായി ബന്ധപ്പെട്ട് പല വാർഡുകളിൽ നിന്നും ഉള്ള വിഷയങ്ങളുണ്ട്. അതിലൊന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ജില്ലാ മിഷന്റെ കർശന നിർദ്ദേശമാണ് ഒരു കുടുംബശ്രീ അംഗം 100 രൂപയുടെ കൂപ്പൺ എടുക്കുക എന്നുള്ളത്. നമ്മൾ ഇതുവരെയും ജില്ലാ മിഷൻ ആയാലും CDS ആണെങ്കിലും താഴെത്തട്ടിലെ കുടുംബശ്രീകളിൽ ഒരു പിരിവ് ഇതുവരെയും നടത്തിയിട്ടില്ല. നമ്മൾ വാർഡുകളിൽ എന്തെങ്കിലും ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട പിരിവുകൾ ADSന്റെ നേതൃത്വത്തിൽ നടക്കുന്നതല്ലാതെ ആദ്യമായിട്ടാണ് നമ്മൾ മിഷന്റെ നേതൃത്വത്തിൽ വാർഡുകളിൽ ഈ കൂപ്പൺ വിതരണം ചെയ്ത് പൈസ എടുക്കുന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, സരസ് മേളയുടെ നടത്തിപ്പിനായി ആലപ്പുഴയിൽ വ്യാപക പണപ്പിരിവെന്നുള്ള പരാതിയാണ് ഉയരുന്നത് എന്ന് മാത്രമല്ല 3 കോടിയിലധികം രൂപ മാത്രം സ്വരൂപിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും പണം നൽകണം, ഇല്ലെങ്കിൽ 100 രൂപ നിക്ഷേപത്തിൽ നിന്നും പിടിച്ചെടുക്കുമെന്നുള്ള ഒരു ഭീഷണി സന്ദേശം CDS ചെയർപേഴ്സൺ ഭാരവാഹികൾക്ക് നൽകുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. എന്താണ് വിവരങ്ങൾ? രോഹിണി, ഇത്തരത്തിൽ ഇത് ആദ്യമായിട്ടല്ല കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് പണം പിരിക്കുന്നത്. ഒപ്പം തന്നെ അവരെ ഭീഷണിപ്പെടുത്തി പല പരിപാടികൾക്കായി, പാർട്ടി പരിപാടികൾക്കും സർക്കാരിൻ്റെ തന്നെ പരിപാടികൾക്കുമെല്ലാം എത്തിക്കുന്നതും എല്ലാം ഒരു തുടർക്കഥകൾ അല്ലെങ്കിൽ ആവർത്തിക്കുന്ന സംഭവങ്ങളാവുന്നു. അതിലേറ്റവും ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നിർബന്ധിത പണപ്പിരിവ് ഒരിക്കൽ കൂടി ഈ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് നടത്തുന്നത്. അത് ഈ മാസം 21 മുതൽ 31 വരെ ചെങ്ങന്നൂരിൽ നടക്കുന്ന സരസ് മേളയ്ക്കായി അവിടെ 5 കോടിയോളം രൂപയുടെ ചെലവുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ പറയുന്നത്. അതിന് 3 കോടി രൂപ പിരിച്ചെടുക്കുന്നത് 3 ലക്ഷത്തോളം വരുന്ന അംഗങ്ങളിൽ നിന്നാണ് 100 രൂപ വീതമുള്ള പണപ്പിരിവ് നടത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തെങ്കിലും കാരണവശാൽ പണം നൽകുന്നില്ല എങ്കിൽ അവരുടെ നിക്ഷേപത്തിൽ നിന്ന് ആ പണം പിരിക്കാൻ പോലും നിർദ്ദേശിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പിടിച്ചുപറി സ്വഭാവത്തിലേക്ക് തന്നെയാണ് ഈ പണപ്പിരിവ് മാറിയിരിക്കുന്നത്. 3 ലക്ഷത്തിലധികം വരുന്ന കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് കൂപ്പൺ നൽകി 3 കോടി രൂപ പിരിക്കുക, അങ്ങനെ പണം നൽകാൻ തയ്യാറാകാത്തവരുടെ കുടുംബശ്രീ നിക്ഷേപത്തിൽ നിന്ന്, അവർ കുടുംബശ്രീയിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപത്തിൽ നിന്ന് ആ പണം പിരിച്ചെടുക്കുക എന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ അല്ലെങ്കിൽ സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ അത് പലപ്പോഴും കുടുംബശ്രീ അംഗങ്ങൾ അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ചുമതലപ്പെട്ടവർ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഓരോ സ്ഥിതിവിശേഷം തന്നെയാണ് ഉണ്ടാകാറുള്ളത്. എങ്കിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ ശബ്ദരേഖയിൽ കൃത്യമായി തന്നെ ചെട്ടിക്കുളങ്ങര CDS ചെയർപേഴ്സൺ സലൂജ ഈ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് ഈ പണപ്പിരിവിനെ കുറിച്ചും അത് എങ്ങനെ പിരിച്ചു നൽകണമെന്നും എങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് ആ ശബ്ദ സന്ദേശത്തിൽ ഉടനീളം പറയുന്നത്. മാത്രമല്ല അവിടെ ചില വിശദീകരണങ്ങൾ കുടുംബശ്രീയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കുടുംബശ്രീ കോർഡിനേറ്റർ അടക്കം ഇക്കാര്യത്തിൽ പറയുന്നത് അത് സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് ജില്ലാ മിഷൻ ഓഫീസർ രഞ്ജിത്ത് പറയുന്നത്. 5 കോടി രൂപയാണ് ചെലവ്. സ്വന്തമായി പണം നൽകാനില്ലാത്തവർ കൂപ്പൺ വിറ്റ് പണം നൽകിയാൽ മതി എന്നൊരു ഇളവ് തങ്ങൾ നൽകി എന്നതാണ് വലിയൊരു സംഭവമായി അവർ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ 5 കോടിയോളം രൂപയുടെ ചിലവ് വരുമെന്ന് പറയുന്ന ഒരു പരിപാടിക്ക് വേണ്ടി അതിൽ 3 കോടി രൂപയും കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് അവരുടെ കൈയിട്ട് വാരുന്ന അല്ലെങ്കിൽ അവരുടെ പോക്കറ്റ് അടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനത്തിലേക്ക് മാറുന്നു. നിർബന്ധിതമായി 100 രൂപ നൽകണമെന്നും അല്ലെങ്കിൽ നിക്ഷേപത്തിൽ നിന്ന് പോലും ആ പണം പിടിച്ചെടുക്കുമെന്നെല്ലാം പറയുമ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സർക്കാർ ആവർത്തിക്കുന്നു. ഇതിന് ചെലവ് കണ്ടെത്താൻ കഴിയില്ല എങ്കിൽ മറ്റു മാർഗങ്ങൾ അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് അടക്കമുള്ള മാർഗങ്ങൾ അവലംബിക്കാതെ എന്തുകൊണ്ട് സാധാരണ കുടുംബശ്രീ അംഗങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ പണം പിരിക്കുന്നു എന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. ശരി, ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.